അമ്മേ, ചന്ദ്രയോട് ഞാൻ ക്ഷമിക്കാം, ഞാൻ അവളോട് സംസാരിക്കാം, ഞാൻ അവളോടുള്ള പിണക്കങ്ങളൊക്കെ മതിയേക്കാം, പക്ഷെ അവൾ രേവതിയോട് മാപ്പ് പറയാം. ഇതാണ് ഇന്നത്തെ രവീന്ദ്രൻ്റെ ഡിമാൻഡ്. അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ ചെമ്പനീർപ്പൂവിൻ്റെ കഥ പറയുകയാണ്. ഇന്നത്തെ ചെമ്പനീർപ്പൂവിൽ അച്ഛമ്മ വീട്ടിലേക്ക് വന്ന് കാണാൻ ചന്ദ്രോദയത്തിൽ, അതായത് രവീന്ദ്രനെ ചന്ദ്രയുടെ വഴക്ക് തീർക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചന്ദ്ര അച്ഛമ്മേനെ കാണുന്ന സമയത്ത്, അതായത് അമ്മേനെ കാണുന്ന സമയത്ത് ഞെട്ടുമ്പോൾ എന്താണ്ട് നീ എന്നെ കാണുമ്പോൾ ഞെട്ടുമ്പോൾ ഒന്നുമില്ല, അമ്മ ഇപ്പോൾ പോയല്ലോ, പിന്നെ ഇപ്പം എന്താ അമ്മ വീണ്ടും വന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലേ, എനിക്കിങ്ങോട്ട് വരാൻ നിൻ്റെ പെർമിഷൻ വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രയോട് ചൂടാവുകയാണ്. ഞാൻ എല്ലാ വിവരങ്ങളും അറിഞ്ഞിട്ട് തന്നെ വന്നതെന്നൊക്കെ പറയുമ്പോൾ ചന്ദ്ര രേവതിനെ അങ്ങനെ നോക്കണം, രേവതിയാണ് എല്ലാ വിവരങ്ങളും പറഞ്ഞതെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ അച്ഛമ്മ പറയും അവളെ നോക്കി പേടിപ്പിക്കേണ്ട, അവളെ എന്നോടൊന്നും പറഞ്ഞിട്ടില്ല പറയുമ്പോൾ സച്ചി പറയും ഞാനാണ് എല്ലാ വിവരങ്ങളും അച്ഛമ്മോട് പറഞ്ഞിട്ട് അച്ഛമ്മയെ കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണെന്ന് പറയും. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പ്ലാൻ, എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? നീ പോയിട്ട് അവനെ വിളിച്ചിട്ട് വാ, രവീന്ദ്രനെ വിളിച്ചിട്ട് വാ പറയും ചന്ദ്രയോട്. രവീന്ദ്രനെ എവിടെ ചോദിക്കുമ്പോൾ അച്ഛൻ അവിടെ ഉണ്ട് പറയുമ്പോൾ പറയും ചന്ദ്ര നീ ഇപ്പോൾ രവീന്ദ്രനെ വിളിച്ചിട്ട് വാ പറയുമ്പോൾ ചന്ദ്ര പറഞ്ഞ് കേൾക്കില്ല. അപ്പോൾ സച്ചി പറയും കണ്ടില്ല അച്ഛമ്മേ, ഇതാണ് ഇവിടുത്തെ പ്രശ്നം, രണ്ടുപേരും പരസ്പരം സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അച്ഛമ്മ പറയും ഒരു കാര്യം ചെയ്യാം, എൻ്റെ മോനല്ലേ അവൻ, ഞാൻ പോയി അവനോട് സംസാരിച്ചോളാം എന്ന് പറയും. ഈ സമയത്ത് രവീന്ദ്രൻ ഗാർഡൻ്റെ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് അച്ഛമ്മ അങ്ങോട്ട് ചെന്നിട്ട് പറയും രവി വിളിക്കും, അമ്മയോ, അമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ എന്താ എനിക്ക് ഇങ്ങോട്ട് വരാൻ പാടില്ല, അല്ല അമ്മ പോയിട്ട് കുറച്ച് ദിവസമല്ലേ ആയിട്ടില്ല അതുകൊണ്ട് ചോദിച്ചതാ പറയും. ഞാൻ ഇവിടുത്തെ വിവരങ്ങളെല്ലാം അറിഞ്ഞിട്ട് തന്നെ വന്നത്, അല്ല എന്താ നിങ്ങളുടെ രണ്ടുപേരുടെ ഉദ്ദേശം? നിങ്ങൾ കുട്ടികൾ ഇത്രയും വലിയ മക്കളുള്ള അവരുടെ മുമ്പിൽ വെച്ചിട്ട് നിങ്ങൾ എന്താ പരസ്പരം നിങ്ങളുടെ ഉദ്ദേശം എന്താ, നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ രണ്ടുപേരും തയ്യാറല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ രവീന്ദ്രൻ പറയും ചന്ദ്ര ചെയ്ത തെറ്റ് അമ്മ അറിഞ്ഞില്ലേ, ഇത് ഇന്നലെയും തുടങ്ങിയതല്ലോ, കല്യാണം കഴിഞ്ഞ കാലം മുതൽ ഞാൻ കേൾക്കണതല്ലേ, ഞാൻ സഹിക്കണതല്ലേ, ഏടാ അവളുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നിനക്ക് അറിഞ്ഞൂടെ, പിന്നെ നീ ഇനി ഇതുമ്മ പിടിച്ച് കയറണം, നീ ഒരു കാഞ്ച് നീ പോയി അവളോട് സംസാരിക്കാൻ. ഞാൻ പോയി സംസാരിക്കാനോ? അതെ, നിനക്ക് അറിഞ്ഞൂടെ അവളെ ഇനി നേരാക്കാൻ കൂട്ടിയേ പറ്റില്ല എന്ന്, നീയല്ലേ സഹിച്ചും പുറത്തും കൊടുക്കണ ആൾ, അതുകൊണ്ട് നീ പോയിട്ട് അവളോട് സംസാരിക്കും, വെറുതെ വഴക്കൊന്നും വെച്ചുകൊണ്ടിരിക്കണ്ടടാ, പിണക്കൊക്കെ തീർക്കുക എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയും ശരി അമ്മ പറഞ്ഞതുപോലെ ഞാൻ ചെയ്യാം, ഞാൻ അവളോട് സംസാരിക്കാം, അവൾക്ക് മാപ്പ് കൊടുക്കാം, അവളോടുള്ള പിണക്കൊക്കെ മാറ്റാം, പക്ഷെ ഒരു കാര്യമുണ്ട്, അവൾ രേവതിയോട് മാപ്പ് ചോദിക്കണം പറയണം. അതെന്തിനാന്നോ, രേവതി മുള്ള സ്വർണ്ണാഭരണങ്ങൾ എടുത്തിട്ട് വിൽക്കാൻ കൊടുത്തില്ലേ ശ്രുതിക്ക് അവൾ, അത് പോരാണ്ട രേവതിയുടെ വീട്ടുകാരെ അപമാനിച്ചില്ലേ, അത് പോരാഞ്ഞിട്ട് അവൾ എന്ത് ചെയ്തു, അവളുടെ കയ്യിലുണ്ടായിരുന്ന വള ഊരി രേവതിയുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു, അവൾ ഈ ചെയ്ത തെറ്റിനെല്ലാം അവൾ രേവതിയോട് മാപ്പ് ചോദിക്കണം എന്ന് പറയാണ്. അപ്പോൾ കലാവതിയമ്മ പറയും വേണ്ട മോനെ, അതെന്താ അമ്മ അങ്ങനെ പറയണേ, അപ്പോൾ ചന്ദ്രൻ മാപ്പ് പറയണ്ടെന്നാണ് അമ്മ പറയണേ. അതെ മോനെ, ചന്ദ്ര ഒരിക്കലും രേവതീനെ മരുമോളായിട്ട് അംഗീകരിച്ചിട്ടില്ല, അപ്പം നീ ഇപ്പോൾ അവളോട് നിർബന്ധിച്ച് അവളെ കൊണ്ട് രേവതിയോട് മാപ്പ് പറയിപ്പിച്ചാൽ അവൾക്ക് രേവതിയോടുള്ള വൈരാഗ്യം കൂടുകയുള്ളൂ, അത് നമ്മുടെ രേവതി മോൾക്ക് തന്നെയല്ലേ ആപത്തായിട്ട് വരിക എന്ന് ചോദിക്കാണ് അച്ഛമ്മ. അമ്മ ഇപ്പം എന്താ പറയണേ, ഞാൻ അവളെ വെറുതെ വിടണമെന്നാണോ? ആടാ രവി, ഇത്രയും കാലം നീ അവളെ സഹിച്ചില്ലേ, അവളുടെ എല്ലാ സ്വഭാവങ്ങളും നീ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജീവിച്ചില്ലേ, ഇനിയും നിനക്ക് അങ്ങനെ ചെയ്തുകൂടെ, നിനക്ക് ഇനി അങ്ങനെ സഹിക്കാനും പൊറുക്കാനും പറ്റില്ലോ, നിങ്ങളായിട്ട് എന്തിനാ ഒരു വീട്ടിലെ സന്തോഷം ഇതാക്കണം, നിങ്ങളായിട്ട് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടുത്തെ മക്കൾക്കൊക്കെ വിഷമാവില്ലേ, ഞാൻ പറഞ്ഞാൽ കേൾക്കില്ല, അമ്മ പറഞ്ഞത് എന്തെങ്കിലും ഞാൻ കേൾക്കാതെ ഇരുന്നിട്ടുണ്ടോ അമ്മേ, എന്നാൽ ശരി എൻ്റെ മോൻ വന്നിട്ട് അവളോട് സംസാരിക്കുക എന്ന് പറയുന്നത് രവീന്ദ്രനോട്. അപ്പോൾ രവീന്ദ്രൻ പറയും പക്ഷേ എനിക്കെന്തോ അതിന് മനസ്സ് വരുന്നില്ല അമ്മയെ പറയുമ്പോൾ മറക്കാനും പൊറുക്കാനും നിനക്കല്ലേ പറ്റുള്ളൂ രവി, നീ വാ അമ്മ പറയണ കേൾക്കുക, അവളോട് സംസാരിക്കുക പറയുമ്പോൾ രവീന്ദ്രൻ പറയണ ശരി അമ്മ ഞാൻ സംസാരിക്കാം, അമ്മ പറയേണ്ടത് ഞാൻ ഇതുവരെ കേൾക്കാതെ ഇരുന്നിട്ടില്ലല്ലോ, ഞാൻ കേട്ടോളാം പറഞ്ഞ് അങ്ങനെ രവീന്ദ്രനെയും കൂട്ടി കലാവതി അമ്മ ഹാളിലേക്ക് വരികയാണ്. ഹാളിൽ എല്ലാവരും ഉണ്ട്, സച്ചി രേവതി ചന്ദ്രമതിയൊക്കെ ഉണ്ട്. അപ്പോൾ രേവതി പറയേണ്ടത് സച്ചിയോട്, സച്ചിയേട്ടാ അപ്പോൾ എന്ത് വയ്ക്കുമ്പോൾ എൻ്റെ കാലിന് ഇടയ്ക്കിടയ്ക്ക് വേദന വരുന്നുണ്ട് സച്ചിയേട്ടാ പറയുമ്പോൾ അതിനെങ്ങനെയാണ് റെസ്റ്റ് ഇല്ലല്ലോ, ഒരു ഭാഗത്ത് ഒതുങ്ങിയിരിക്കില്ലല്ലോ, പണിതുകൊണ്ടേ ഇരിക്കില്ലേ, നീ ഇങ്ങോട്ട് വാ അവിടെ ഇരിക്കുക വിട്ട് രേവതിനെ പിടിച്ച് അവിടെ ഇരുത്തുന്ന സമയത്താണ് കലാവതി അമ്മ രവീന്ദ്രനെ കൊണ്ട് ഹാളിലേക്ക് വരുന്നത്. വന്നിട്ട് പറയും വാ മോനെ രവി ഇരിക്കേ പറഞ്ഞിട്ട് രവീന്ദ്രനെ കൊണ്ട് സോഫയിൽ ഇരുത്താണ്. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയോട് പറയാണ് ചന്ദ്രേ നീയല്ലേ വീട്ടിലെ ഗൃഹനാഥ, നീയല്ലേ വീട്ടിലത്തെ നാഥ, നീയല്ലേ എല്ലാവരും നേർവഴിക്ക് നയിക്കേണ്ടത്, ഇപ്പം നിന്നെ നേർവഴിക്ക് നയിക്കാൻ എല്ലാവരും മുൻകൈ എടുക്കേണ്ട അവസ്ഥയായില്ലോ എന്ന് പറഞ്ഞിട്ട് കലാവതി ചന്ദ്രനെ വഴക്ക് പറയാണ്. ചന്ദ്രേ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് നിൻ്റെ മരുമക്കളെ എല്ലാവരും ഒരേപോലെ കാണണം, ഒരാളെയും വേർതിരിവ് കാണിച്ച് കാണരുതെന്ന്, നീ വേർതിരിവ് കാണിച്ച് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായത്, മനസ്സിലായോ? നീ രേവതിയോട് ക്ഷമ ചോദിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നീ രേവതിയോട് ക്ഷമ ചോദിക്കും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, രേവതിക്കും അത് ആഗ്രഹമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നീ നിൻ്റെ ഭർത്താവ് ഉള്ള വീട്ടിൽ വെച്ചിട്ടാണ് നീ കണ്ട തെണ്ടിത്തരങ്ങളും തെമ്മാടിത്തരങ്ങളും എല്ലാം കാണിച്ചത്, അതുകൊണ്ട് നീ രവീന്ദ്രനോട് മാപ്പ് ചോദിക്കണം. രവീന്ദ്രൻ നിൻ്റെ ഭർത്താവാണ്,
നിൻ്റെ ഭർത്താവിനോട് നിനക്ക് മാപ്പ് ചോദിക്കുന്നുണ്ട് യാതൊരുവിധ കുഴപ്പമില്ല. അപ്പോൾ ചന്ദ്ര പറയും ഞാനത് എൻ്റെ മോൻ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യുക അമ്മേ, അതുകൊണ്ട് ഞാൻ ചെയ്തു പോയതാന്ന് പറയുമ്പോൾ ചെയ്യാമായിരുന്നു, നീ കുറുക്ക് വഴി ഉപയോഗിച്ചു, നിനക്ക് നല്ല വഴി ഉപയോഗിക്കാമായിരുന്നു, നിനക്ക് എല്ലാവരെയും വിളിച്ചുകൂട്ടി എല്ലാവരോടും കൂടി ആലോചിച്ചിട്ട് നിനക്ക് ചെയ്യാമായിരുന്നു. പക്ഷെ നീ നിൻ്റെ ഇഷ്ടത്തിന് കുറുക്ക് വഴിയായിട്ട് നീ സ്വീകരിച്ചല്ലേ ഇത്, എന്തായാലും അതിൽ നീ തെറ്റുകാരിയാണ്, നീ എന്തായാലും രവീന്ദ്രനോട് മാപ്പ് ചോദിച്ചേ പറ്റൂ പറയും. അപ്പോൾ ചന്ദ്ര വന്നിട്ട് പറയും രവിയേട്ട എനിക്കറിയാതെ പറ്റിപ്പോയത്, രവിയേട്ട എന്നോട് ക്ഷമിക്കണം എന്ന് പറയും. അപ്പോൾ രവീന്ദ്രൻ പറയും അമ്മേ ഇങ്ങനെ ഒരു മാപ്പ് പറച്ചിലല്ല, ഈ വീട്ടിലെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് അവളെ എന്നോട് മാപ്പ് ചോദിക്കണം എന്ന് പറയും. അപ്പോൾ ചന്ദ്രൻ ഇങ്ങനെ ഞെട്ടാണേ, എന്താ ഇപ്പോൾ രവിയേട്ട ഇങ്ങനെ പറയണമെന്ന് ഞെട്ടാണ്. അപ്പോൾ സച്ചി പറയും അച്ഛൻ പറഞ്ഞതൊരു നല്ല ഐഡിയ, ഞാൻ എല്ലാവരെയും വിളിക്കാം, അത് നല്ല പോയിന്റ്. അതുകൊണ്ട് സച്ചിയുടെ ഓട്ടക്കാരാ ശ്രുതി, ശ്രീകാന്ത്, വർഷേ എല്ലാവരെയും വിളിച്ചു വരുത്താണ് ഹോളിക്ക് സച്ചി. അങ്ങനെ ശ്രുതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും ഹോളിലേക്ക് വരികയാണ്. ശ്രുതിയും എല്ലാവരും കൂടിയിട്ട് ഹോളിലേക്ക് വരുമ്പോൾ അച്ഛമ്മ കാണുമ്പോൾ അച്ഛമ്മ എപ്പോഴാണ് വന്നതെന്ന് ചോദിച്ചിട്ട് എല്ലാവരും വണ്ടറടിക്കണം. അപ്പോൾ അച്ഛമ്മ പറയാണ് ഞാൻ സച്ചി വിളിച്ചിട്ട് വന്നതാണ്, സച്ചി വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടുവന്നതാണ്, ഇവിടുത്തെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ട് ചന്ദ്ര ചെയ്തത് തെറ്റാണ്. അപ്പോൾ വർഷ പറയണ അച്ഛമ്മ ആൻറ്റിയുടെ ഭാഗത്താണ് തെറ്റ്, ആൻറ്റി ചെയ്തത് തെറ്റാണ്, അതിൽ യാതൊരുവിധ തർക്കവും ഇല്ല. അപ്പോൾ അച്ഛമ്മ പറയും ശരിയാണ് ചന്ദ്ര ചെയ്തത് വളരെ തെറ്റാണ്, അപ്പോൾ ആ തെറ്റ് തിരുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ചന്ദ്ര രവീന്ദ്രനോട് മാപ്പ് ചോദിക്കുമെന്ന് പറയും. അപ്പോൾ എല്ലാവർക്കും സന്തോഷവും. അങ്ങനെ ചന്ദ്രയോട് പറയും ചന്ദ്രേ നീ അവനോട് മാപ്പ് ചോദിക്കുകയെന്ന് പറയും. അപ്പോൾ ചന്ദ്ര പറയും രവിയേട്ട ഞാൻ ചെയ്ത് തെറ്റാണ്, എന്നോട് ക്ഷമിക്കണം, ഇനി മേലെ എൻ്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു തെറ്റുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര അങ്ങനെ രവീന്ദ്രനോട് മാപ്പ് ചോദിക്കുമ്പോൾ അച്ഛമ്മ പറയാണ് രവി അവളോട് ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ ശരി എന്ന് പറയും രവി. അത് കഴിഞ്ഞിട്ട് അപ്പോൾ സച്ചി കൈയടിച്ചിട്ട് പറയാം അച്ഛമ്മ മാസമാണ്, അച്ഛമ്മ കണ്ട് എത്ര വേഗം ഈ പ്രശ്നം സോൾവ് ആക്കിയെന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രമതിയോട് പറയണ ചന്ദ്രേ നീ പോയിട്ട് രവീന്ദ്രൻ്റെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചന്ദ്രയുടെ അടുത്ത് രവിയുടെ അടുത്തിരിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്ര പോയിട്ട് രവിയുടെ അടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അച്ഛമ്മ പറയണ രേവതി മോളെ ചന്ദ്ര പറഞ്ഞതൊന്നും നീ മനസ്സിലാക്കിയത്. അപ്പോൾ രേവതി പറയും ഇല്ല അച്ഛമ്മേ ഞാനതൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല, എന്നാ അമ്മ എന്തൊക്കെ പറയണതാ ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല, പക്ഷേ എൻ്റെ അമ്മേനെ പറഞ്ഞില്ലേ അതെനിക്ക് ഭയങ്കര സങ്കടമായി, അത് ഞാൻ സഹിച്ചില്ല, അതുകൊണ്ടാണ് അച്ഛമ്മ എനിക്ക് വിഷമമായത്, വേറെ ഒന്നും എനിക്ക് വിഷയമില്ലേ പറയുമ്പോൾ ചന്ദ്രനോട് പറയും കണ്ടില്ലേ അവളൊന്നും മനസ്സിൽ വെച്ചിട്ടില്ല, അവൾ ഈ കുടുംബത്തിന് വേണ്ടി എല്ലാം സഹിക്കാനും ത്യജിക്കാനും തയ്യാറാണ്, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം ചന്ദ്രൻ, നീ രേവതിയെ പോലെ ആവുകയാണെന്നുണ്ടെങ്കിൽ ഈ കുടുംബത്തിൽ യാതൊരു വിധ പ്രശ്നമില്ലാതെ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി മുൻപോട്ട് പോയേനെ എന്നൊക്കെ പറയാണ്. അങ്ങനെ രവീന്ദ്രനും ചന്ദ്രയും തമ്മിലുള്ള പിണക്കം അച്ഛമ്മ സോൾവ് ചെയ്തേക്കാണ്. പെട്ടെന്ന് അച്ഛമ്മ പറയണ സച്ചി ഞാനൊരു കാര്യം മറന്നുടാ, എന്താ അച്ഛമ്മേ വണ്ടിയിൽ എന്തെങ്കിലും വെച്ച് മറന്നോ, ഞാൻ എടുത്തിട്ട് വരണം ചോദിക്കുമ്പോൾ അച്ഛമ്മ അവിടെ ഇരുന്നോടത്തുനിന്ന് എഴുന്നേക്കാണ്, എടാ ഒരു കാര്യം അർജൻറ്റായിട്ട് ചെയ്യാനുണ്ടായിരുന്നു അത് മറന്നു പറയും. അപ്പോൾ എന്താ അച്ഛമ്മ ചോദിക്കുമ്പോൾ സുധീനെ വിളിക്കും, സുധി മോനെ ഇങ്ങോട്ട് വന്നേടാന്ന് പറയും. അപ്പോൾ സുധി അടുത്തേക്ക് എന്താ അച്ഛമ്മേ ഞാൻ എന്തെങ്കിലും സഹായിക്കണം അച്ഛമ്മേനെ ചോദിക്കുമ്പോൾ കലാവധി കൈ നിവർത്തി സുധിയുടെ ചെവിടത്ത് പെട്ടോ പറഞ്ഞിട്ട് ഒരെണ്ണം കൊടുക്കും. എന്നിട്ട് പറയും ഇത് നിനക്ക് തരാനാണ് ഞാൻ മറന്നത്, ഇത് നിനക്ക് കിട്ടാത്തതിൻ്റെ കുറവാണ് നീ ഇവിടെ കാണിക്കുന്നത്, നീയൊക്കെ എന്ത് ഡിഗ്രിയാണ് എടുത്ത്, നീയൊക്കെ പഠിച്ചോനാടാ, വെറും മണ്ടനാടാ നീയൊക്കെ എന്തൊക്കെ മണ്ടത്തരങ്ങൾ കാണിച്ചു വയ്ക്കണേ, എൻ്റെ മൂത്ത മരുമോളെ നിനക്കെങ്കിലും ഇവനെ നന്നാക്കിക്കൂടെ, നീ ഇനി മേലാൽ ഇവൻ എന്തെങ്കിലും തെണ്ടിത്തരങ്ങൾ ചെയ്താൽ നീ ഇവിടെ എല്ലാവരോടും പറയണം, നീ ഇത് മറച്ചു വെച്ചാൽ നീയും ചന്ദ്രയെ പോലെ അനുഭവിക്കേണ്ടി വരും, നോക്കിക്കോ ഇവൻ്റെ സ്വഭാവം ഈ നിലയ്ക്കാണെങ്കിൽ നീ ഇനി അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ ശ്രുതി പറഞ്ഞിട്ട് ശ്രുതിക്ക് വാണിംഗ് കൊടുക്കുകയാണ് അച്ഛമ്മ. അപ്പോൾ സച്ചി പറയും അച്ഛമ്മേ ഇവന് കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട. അപ്പോൾ അച്ഛമ്മ പറയും ശരിയാ ഇവന് കുറച്ച് ഉത്തരവാദിത്തം വളർത്തണം, ഇവൻ എന്നാ നന്നാവുക, നീ എന്നാടെ ഉത്തരവാദിത്തത്തോടു കൂടി ഒന്ന് പെരുമാറാൻ പഠിക്കുക, ഒരു കാര്യം ചെയ്യാം. അപ്പോൾ സച്ചി പറയും അച്ഛമ്മേ അച്ഛന് കൊടുക്കാനുള്ള 50 ലക്ഷം എനിക്ക് തരാനുള്ള ബാക്കി പൈസയുണ്ട്, അതിവൻ തന്നു തീർക്കട്ടെ, അപ്പോൾ അവൻ്റെ ഉത്തരവാദിത്തം തനിയെ വരും പറയുമ്പോൾ ശ്രുതി പറയും അതെങ്ങനെ എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. അപ്പോൾ അച്ഛമ്മോട് സച്ചി പറയും അങ്ങനെ ഒരുമിച്ച് കൊടുക്കണ്ട അച്ഛമ്മേ, മാസം ഒരു 50,000 രൂപ വെച്ചിട്ട് ഇവൻ അച്ഛന് കൊടുക്കട്ടെ, അപ്പോൾ ആ കടം വീടില്ലോ. അപ്പോൾ ശ്രുതി ഇത് കേൾക്കുമ്പോൾ ഞെട്ടാണ്. അപ്പോൾ ശ്രുതി പറയണ പിന്നെ മാസം 50,000 രൂപ വെച്ച് കൊടുക്കാനുള്ള ലാഭമൊന്നും എനിക്കില്ല, അത്രയൊന്നും തരാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അച്ഛമ്മ പറയും അത് സച്ചി പറഞ്ഞ നല്ലൊരു ഐഡിയ, നീ മാസം ഒരു തുക വെച്ചിട്ട് രവീന്ദ്രനെ കൊടുക്കുക, അപ്പം നിനക്ക് ഉത്തരവാദിത്തം വരില്ല. അപ്പോൾ വർഷ പറഞ്ഞു സച്ചേട്ടൻ പറഞ്ഞത് ഗുഡ് ഐഡിയ സച്ചേട്ടാന്ന് പറയാണ് വർഷ. അങ്ങനെ അച്ഛമ്മയും എല്ലാവരും കൂടി തീരുമാനിച്ചിട്ട് ശ്രുതിയോട് 50,000 രൂപ വെച്ചിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി പറയണ്ടല്ലോ 50,000 വെച്ച് കൊടുക്കാനില്ല എന്ന്, പക്ഷെ അതിലൊരു എക്സ്ക്യൂസും ഇല്ല പറഞ്ഞിട്ട് അങ്ങനെ ശ്രുതി സമ്മതിക്കണം മാസം 50,000 രൂപ വെച്ചിട്ട് കൊടുക്കാമെന്ന് സമ്മതിക്കണം. അപ്പോൾ ചന്ദ്രയോട് പറയും ചന്ദ്രയെ ഇത് നിൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ മാസം ഇവൻ്റെ അടുത്ത് നിന്ന് 50,000 രൂപ മേടിച്ചിട്ട് നീ രവീന്ദ്രന് കൊടുക്കണം. അപ്പോൾ രവീന്ദ്രൻ പറയും ഇതുവരെയായിട്ട് എനിക്ക് ഒരു കാശ് പോലും ഇവൻ തന്നിട്ടില്ല, തരാമെന്ന് പറയല്ല, അത് എന്തായാലും എനിക്ക് എൻ്റെ കാശ് കിട്ടിയേ തീരുമെന്ന് പറയാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാം എന്നുള്ള തീരുമാനമായി ചന്ദ്രൻ സമ്മതിക്കും
സുധിയുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് രവീന്ദ്രന് കൊടുക്കാമെന്ന് സമ്മതിക്കും. അങ്ങനെ എല്ലാവരും നമ്മളുടെ വഴക്കൊക്കെ കോംപ്രമൈസായി. അപ്പോൾ അച്ഛമ്മ പറയും, ഇനി മേലെ ഇതിൻ്റെ ഒരു ടോപ്പിക്ക് വീട്ടിലാരും പരസ്പരം സംസാരിക്കരുത്. നിങ്ങളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് എനിക്ക് അവിടെ സന്തോഷമായിട്ട് ഒരു വറ്റ് കഴിക്കാൻ പറ്റുള്ളൂ. മക്കളും കൊച്ചുമക്കളൊക്കെ സന്തോഷമായിട്ട് ഇരിക്കുമ്പോഴാണ് എൻ്റെ സന്തോഷം. നിങ്ങൾ തരുന്ന സന്തോഷമാണ് ഇനി എൻ്റെ ആയുസ് എന്നൊക്കെ പറയണം. അങ്ങനെ ആ പ്രശ്നങ്ങളൊക്കെ അവിടെ കോംപ്രമൈസായി. ശ്രുതിയും ശ്രീകാന്തും വർഷയും എല്ലാവരും അങ്ങനെ പിണക്കങ്ങളൊക്കെ രവീന്ദ്രൻ്റെയും ചന്ദ്രൻ്റെയും പിണക്കൊക്കെ തീർന്നതിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ശ്രുതി റൂമിലിങ്ങനെ അസ്വസ്ഥമായിട്ട് നടക്കുകയാണ്. അപ്പോൾ ശ്രുതി കഴിവ് വന്നിട്ട് ശ്രുതി, ഇത് സച്ചിയുടെ ട്രാപ്പാണ്. നമ്മളെ കൊണ്ട് അച്ഛനുള്ള 50 ലക്ഷം രൂപ കൊടുപ്പിക്കാൻ വേണ്ടിയിട്ട് സച്ചി മനഃപൂർവ്വം അച്ഛമ്മേനെ കൂട്ടിയിട്ട് വന്നതാണ് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രുതി പറയാണ്, അതൊന്നല്ല, എന്തായാലും അങ്കിളും ആൻറ്റി നമ്മളുടെ പിണക്കം മാറിയില്ല, അതന്നെ വളരെ സന്തോഷമുണ്ട് പറയുമ്പോൾ ശ്രുതി പറയാണ്, അവൻ മനഃപൂർവ്വമാണ്, അവൻ നമ്മളെ കൊണ്ട് പൈസ കൊടുപ്പിക്കാനുള്ള പ്ലാനിങ് ആയിരുന്നു ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയും, അതിന് ശ്രുതി എന്തിനാ പേടിക്കണേ, അച്ഛൻ്റെ സ്വത്തിൽ ശ്രുതിക്കും അവകാശമില്ലേ, അങ്കിളുടെ പൈസയിൽ നിന്ന് ഒരു ഷെയർ ശ്രുതിക്ക് അവകാശപ്പെട്ടത്, അപ്പം മുഴുവനൊന്നും കൊടുക്കണ്ട, ഷെയർ കഴിച്ചിട്ടുള്ള ബാക്കി പൈസ കൊടുത്താൽ മതി പറയുമ്പോൾ അത് നല്ല ഐഡിയ എന്ന് ഞാൻ ഇപ്പം തന്നെ അവരോട് പറഞ്ഞിട്ട് വരാൻ പറയുമ്പോൾ എൻ്റെ ശ്രുതി മണ്ടത്തരം പറയാതിരിക്കുക, അത് പൈസ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞാൽ മതി എന്ന് പറയണം. അങ്ങനെ മതിയില്ല ചോദിക്കുമ്പോൾ എങ്ങനാലും 50,000 നമ്മൾ എവിടുത്ത് കൊടുത്തേ പറ്റൂ, ഇനി അതിൽ ഒരു ഒഴിഞ്ഞുമാറലില്ല ശ്രുതി പറയാണ്. അങ്ങനെ ആ സമയത്ത് ചന്ദ്രമതി ഓടി വന്ന് വാതിൽ തുറന്നിട്ട് ഇവരുടെ റൂമിൽ വന്ന് വാതിലടച്ച് കുറ്റിയിട്ടിട്ട് പറയും, എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ഞാൻ അപമാനിക്കപ്പെട്ടില്ല, എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് അമ്മ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ചു, ഇതിനൊക്കെ കാരണം ഇവന് വേണ്ടി ഞാൻ ഇങ്ങനെ അപമാനിക്കപ്പെട്ടത്. ഏത് നേരത്താണോ ഇവൻ ആ സ്വർണ്ണം എടുത്ത് കൊടുക്കാൻ തോന്നിയത്, ഇപ്പം മനസ്സിലായില്ലേ, 50 ലക്ഷം രൂപ എൻ്റെ പൈസ കൊടുക്കണം എന്നുള്ളത്, അതിൻ്റെ ഉത്തരവാദിത്തം നിനക്കാ സുധിങ്ങി, അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, അത് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കണത്. എന്തായാലും രവിയേട്ടനായിട്ടുള്ള എൻ്റെ പിണക്കം തീർന്നാലും എനിക്ക് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, അങ്കിള് മിണ്ടാതിരുന്നപ്പോൾ ആൻറ്റിക്ക് അങ്കിളിനെ മിസ് ചെയ്യാന്ന് വെച്ചാൽ എന്തൊക്കെയോ തോന്നിയായിരുന്നു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, ഞാൻ വിചാരിച്ചത് രവിയേട്ടൻ ഈ ജന്മത്തിൽ എന്നോട് മിണ്ടില്ല എന്നാണ്, പക്ഷെ രവിയേട്ടൻ മിണ്ടിയില്ലോ, അതെൻ്റെ സമാധാനം, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ പൈസയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ, ഇനി ഇവരുടെ മുമ്പിൽ നാണം കണ്ട വയ്യ ശ്രുതി, നീ ഒരു കാര്യം ചെയ്യുക, അച്ഛനോട് പൈസ അയച്ചു തരാൻ പറ, ആ പൈസ ഒന്നിച്ച് അങ്ങോട്ട് കൊടുത്തിട്ട് നമുക്ക് വിഷയം അങ്ങോട്ട് അവസാനിപ്പിക്കാൻ പറയാണ്. പെട്ടു മക്കളെ, ശ്രുതി കണ്ണും തള്ളി ഇരിക്കണം. അപ്പോൾ ശ്രുതി ഇങ്ങനെ പ്രതീക്ഷയോടുകൂടി ശ്രുതിനെ നോക്കണം, ശ്രുതി അന്തം വിട്ട് കണ്ണും തള്ളി ഇരിക്കണം. അടുത്ത പാര വീണ്ടും ശ്രുതിയുടെ തലയിലേക്ക് തന്നെയാണ് വന്നേക്കണം. ആ ക്ലൈമാക്സിലാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കഥ കേട്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും താങ്ക്